നമസ്കാരം. എല്ലാ പ്രിയർക്കും വെള്ളി നക്ഷത്രങ്ങളിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹാപ്പി വെഡ്ഡിംഗ് എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ഒമറാണ് ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ. ഒമർ, വെൽക്കം. നമസ്കാരം. എന്തായാലും ഹാപ്പി വെഡ്ഡിംഗ് തുടങ്ങിയത് വളരെ പതുങ്ങിയാണ്. വന്നതൊന്നും അത്ര അധികം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അധികം പേരൊന്നും തിയേറ്ററിലേക്ക് അടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടവർ പറഞ്ഞാണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർ കണ്ട് സെന്റേഴ്സ് കൂടി, സിനിമയുടെ വലുപ്പം കൂടി, ഒരു വലിയ ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ നമ്മൾ. ഇപ്പൊ എന്താണ് ഒമറിന്, വാട്ട് യു ഫീൽ? ഇപ്പൊ പേര് പോലെ തന്നെ ഹാപ്പിയാണ്. ഒരു അത് ഉണ്ടല്ലേ, ഫിലിമിന്റെ ഒരു ടാഗ് ലൈൻ അങ്ങനെയായിരുന്നു, ഒമർ ഫൺ എന്നാണ്. അതൊക്കെ ആദ്യമേ അങ്ങനെ ആയിരിക്കണം എന്ന് ഒമറിന്റെ ഒരു തോട്ടായിരുന്നു. അതെ, അതായത് ഞാൻ കാരണം അങ്ങനെയൊന്നും ആരും ഇപ്പോഴും ഇട്ട് കാണാറില്ല. ഒമർ ആൻഡ് ഫ്രണ്ട്സ് എന്നോ ഒമർ ഫിലിം എന്നോ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഒമർ ഫൺ എന്ന് പറഞ്ഞ് അത്രയും കോൺഫിഡൻസ് കാണിച്ചുകൊണ്ടാണ് ഫിലിം തന്നത് തന്നെ. അല്ല, അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പോൾ ഞാൻ ഫിലിം ചെറുപ്പം മുതൽ കാണും. അപ്പോൾ എൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പരമാവധി കോമഡി പടങ്ങളും കണ്ട് ഏറെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതേപോലെ നമ്മളൊരു പടം ചെയ്യുമ്പോൾ തിയേറ്ററിൽ വന്ന ആളുകൾ കണ്ട് ചിരിച്ച് അവർക്ക് കൂളായിട്ട് പോകാൻ പറ്റുന്ന ഒരു പടം, ആ ഒരു ഇതിൽ. അപ്പം ആദ്യത്തെ ഒരു പടം എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് വെച്ചാൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന, എല്ലാവരും അല്ലെങ്കിലും നമ്മളുടെ ആരൊക്കെയോ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ അത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം. പക്ഷെ ആരും ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒമറിന്റെ ഒരു തോട്ട് അതിലേക്ക് എങ്ങനെയാ പോണത്? ഹാപ്പി വെഡ്ഡിങ് എന്നൊരു അല്ല, അത് എല്ലാവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസിഡന്റ് കല്യാണമാണല്ലോ. അപ്പോൾ അതൊരു നല്ല രസകരമായിട്ട് അതിലേക്ക് എത്തണ ഒരു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ജേണിയാണ് കല്യാണത്തിലേക്കുള്ള. അതൊരു നല്ല കോമഡി ആയിട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു തോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, കാരണമൊന്നുമില്ല. ഇപ്പോൾ ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ അങ്ങനത്തെ ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് വേണ്ട, ആളുകളെ വെറുതെ ഒരു കൂളായിട്ട് 2 മണിക്കൂർ ചിരിച്ച് അങ്ങനെ ചിന്തിച്ച് സ്റ്റോറി ഉണ്ടാക്കിയതാ. കാരണം അതിൽ നല്ല രസമുള്ളൊരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹരി എന്ന് പറയുന്ന നായകനും വേണ്ടത് കല്യാണം കഴിക്കുകയാണ്. പക്ഷെ ഹരിക്ക് പരിചയമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതി. ഹരിയുടെ അമ്മയ്ക്ക് പ്രായം തെറ്റുന്നതിന് മുമ്പ് മോനൊന്ന് കല്യാണം കഴിച്ചു കണ്ടാൽ മതി. എൻഡ് ഓഫ് ദ ഡേ രണ്ടുപേരും എത്തുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്. അപ്പൊ അത് ശരിക്കും അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആലോചന വേണ്ട ഒരു സാധനം. പെട്ടെന്ന് നമുക്ക് കണ്ട് ചിരിച്ചു പോയി അയ്യോ ചിരിച്ച് രസിക്കാവുന്ന ഒരു പടം എന്ന് പറഞ്ഞാലും അത് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ കൂടുതൽ തോട്ട് വേണ്ട. അല്ല, അതായത് ഇത് ഒരു ചെറിയ, അതായത് ഒരു ദിവസത്തെ ഒരു ഇതാണ്. അപ്പോൾ സ്റ്റോറിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളതിൽ കറക്റ്റ് വർക്കൗട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെയും എൻ്റെ മാത്രം തോട്ടമല്ല, എല്ലാ ഫ്രണ്ട്സും. തീർച്ചയായിട്ടും അതുണ്ടാവും. അല്ല, എന്നാലും ഇങ്ങനെ ഒരു കൗതുകം തോന്നി. കാരണം അങ്ങനത്തെ ഒരു സാധനം വെച്ച് തുടങ്ങാം എന്ന് എന്തെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ഒരു പേഴ്സണൽ റീസൺ ഉണ്ടാവും. എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം. അല്ല, ഇതിപ്പോ ഈ പടത്തില് ഈ എൻ്റെ ഒരു 2 ഫ്രണ്ട്സിന്റെ ഇൻസിഡൻസ് ഉണ്ട് ഈ പടത്തില്. അപ്പൊ അതില് ഫസ്റ്റ് ഇപ്പോ ഞാൻ പേര് പറയില്ല, പേര് പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ അപ്പൊ ഞാൻ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നു. അപ്പൊ ആ കോളേജിൽ അപ്പൊ ഞങ്ങളുടെ ഒരു സീനിയർ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇതേപോലെ നല്ല ഹാൻഡ്സമാണ്. അപ്പോൾ ഇതേപോലെ ഒരു കുട്ടീനായിട്ട് ഭയങ്കര എല്ലാവരും നോക്കുമ്പോൾ ഇവര് എല്ലാ ലവ് കോർണറിലൊക്കെ ഇവരുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ പെൺകുട്ടീനെ കാണുന്നില്ല. അങ്ങനെ എല്ലാവരും അല്ല, ഇതിപ്പോ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടത് കഥ പറഞ്ഞു പോകും. അപ്പൊ അതിങ്ങനത്തെ ഇതാണ് നമ്മുടെ ഈ ഫസ്റ്റത്തെ സെക്ഷൻ വരുന്നത്. അങ്ങനെയാണ്. അപ്പം അപ്പോഴേ തീരുമാനിച്ചിരുന്നു ഇങ്ങനെ 3 ഫേസ് 3 പെൺകുട്ടികൾ ആ രീതിയിലുള്ള? ഇല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഇൻസിഡന്റ് ഇങ്ങനെ എൻഡേപ്പിക്കാന്നുള്ളൊരു പരിപാടി അതിൽ നിന്ന് കിട്ടിയതാ. പിന്നെ ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ലൈഫിലൊക്കെ ഉള്ള ഓരോ സംഭവം കൂടുതലായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മെൻഷൻ ചെയ്യാതെ പോകാനും പറ്റില്ല. ഇപ്പം ആ ഫിലിമിന്റെ ടുവേർഡ്സ് ദി എൻഡ് വരുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകുന്നുണ്ട് സത്യമായിട്ടും. ആസ് എ വ്യൂവർ പറയുകയാണെങ്കിൽ, ഓ ഇതാണോ ക്ലൈമാക്സ്, അയ്യോ എന്ത് പണിയാണ് അയാൾ കാണിച്ച് എത്രയും നേരം കൊണ്ടുവന്നതെന്ന് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട്. ഇതല്ല കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇതിന്റെ റിയൽ ക്ലൈമാക്സ് ഇതാണ് എന്നൊരു സാധനം. അല്ല, അതെന്താന്ന് പറഞ്ഞാല് അത് ഭയങ്കര സംഭവം. അതായത് മലയാളി ഓഡിയൻസ് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനെക്കാട്ട് ഇപ്പോൾ ചില ആളുകൾ മറ്റേ ആ സീനൊക്കെ ചേച്ചി പടം കണ്ട് അപ്പോൾ ഇതൊക്കെ എത്തണതിന് മുന്നേ ആളുകൾ കൂവിയിട്ട് എനിക്ക് പോയിട്ടുണ്ട്. അവരിരുന്ന് കാണുന്നില്ല, ഇതുവരെ ഇരുന്നത് എന്നുള്ളൊരു ഫീല് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോൾ ആളുകളൊക്കെ ഭയങ്കര ഹാപ്പിയാ. അതും ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ
നമ്മുടെ ആൾക്കാർക്ക് സിനിമ തീരുന്നതിന് നമ്മൾ ഈ കല്യാണങ്ങൾക്ക് പോയാലേ പറയും, ഞങ്ങളുടെ ഹിന്ദു കല്യാണങ്ങൾക്ക് പോയാൽ പറയും താലി കെട്ടി തീരാൻ നിൽക്കും ആൾക്കാർ ഏത് ഊണുമുറിയിലേക്ക് ഓടാൻ. അതുപോലെയാണ് നമ്മുടെ ആൾക്കാർ സിനിമ ആണ്. അത് കാരണം ക്ലൈമാക്സ് കാണാൻ രണ്ടാമത് ആളുകളുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഗുണം കിട്ടി. ശരിയാണ്, അത് നല്ലതാണ്. എല്ലാവരും പറയും ഇത് ഇങ്ങനെ എന്താണ് അവസാനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവസാനിപ്പിച്ചതെന്ന് പറയും. അപ്പൊ പിന്നെ അവരെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാ തോന്നുന്നു അങ്ങനെയൊന്നല്ല അതും കുറെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ മെസ്സേജ് വരലുണ്ട്, ഞങ്ങള് പേടിച്ചു. പിള്ളേരുകള് ഭയങ്കര ഫ്രാങ്ക് ആയിട്ടാണ്. അപ്പൊ കുറെ കമ്പനി പിള്ളേരുണ്ട്. ഞങ്ങള് പേടിച്ചു എന്തത് ഇങ്ങനെ അവസാനിപ്പിക്കണേ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ശരിക്കുള്ള ക്ലൈമാക്സ് വരുന്നത്. അതെല്ലാം ശരിക്കും അപ്പൊ തൊട്ടേ അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് തന്നെയാണോ അവർ പോയിരുന്നത്? അതെ അതെ. അങ്ങനെ പേടിയൊന്നും തോന്നിയിരുന്നില്ല അല്ലെ? ഇല്ല. ഒമർ പൊതുവെ തന്നെയും ഒമർ ഈ ഫിലിമിന്റെ കാര്യത്തിലും ഒമർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഒമർ വളരെ ഫിക്സ്ഡ് ആയിരുന്നു, ഇന്ന പോലെ പടം പോകണം അല്ലെ? അതെ അതെ അതെ, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത്, പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരെല്ലാവരും പടങ്ങൾ കണ്ട് കറക്റ്റ് നമുക്ക് റിവ്യൂ തരുന്ന ആളുകളാ. അപ്പൊ അവരും കുറെ നമ്മുടെ ഒപ്പം ഇരുന്നുണ്ട് പടത്തിന്. അല്ല, ഇപ്പം ഒമറിനാണെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഒമർ റിലീസ് ഡേറ്റ് വരെ ഒമർ ഫിക്സ്ഡ് ആയിരുന്നു എന്നുള്ള പോലെയാണ്. ഞാനിങ്ങനെ റിലീസ് ചെയ്യാൻ പോകുന്നു, അപ്പോൾ മറ്റു പടങ്ങൾ വരുമോ, അത് ഇതിനെ ഓവർകം ചെയ്ത് പോവുക, അങ്ങനത്തെ ഒന്നും ഒമർ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അല്ല, അതൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം കിട്ടും, അല്ലെങ്കിൽ പിന്നെയും പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പടങ്ങളില്ലാത്തൊരു കാലം സിനിമയിലേക്ക് ഇല്ലല്ലോ. പക്ഷെ എന്നാലും തുടക്കത്തിൽ വന്നപ്പോ ആദ്യത്തെ ഈ സമയത്തുള്ള ഒരു ചെറിയ എന്തെങ്കിലും പേടി തോന്നിയിരുന്നോ? പിന്നെ പേടിയില്ല. ആദ്യത്തെ ഒരു 3 ദിവസം വളരെ സങ്കടമായിരുന്നു. ഭയങ്കര ഡെസ്പ് അടിച്ചു. ഞാനും ഇപ്പൊ നമ്മളെ വിശ്വസിച്ചിട്ട് പൈസ ഇറക്കിയ പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പോ എല്ലാവരും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ പക്ഷെ കണ്ടവര് കംപ്ലീറ്റ് നല്ലത് പറയണം. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ച് പറയാണ്ട് ഫേസ്ബുക്കിലും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആളുകൾക്ക് റീച്ച് കിട്ടും. അത് അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ കണ്ടവര് കംപ്ലീറ്റ് ഫേസ്ബുക്കിൽ ഇത് റിവ്യൂസ് പോസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ പടം രണ്ടാമത്, അതായത് വെള്ളിയാഴ്ച ഫസ്റ്റത്തെ വീക്ക് വെള്ളിയാഴ്ച ആകുമ്പോ പടം തിയേറ്റേഴ്സിൽ നിന്ന് മാറും എന്ന് പറയണ്. ആ ഒരു വ്യാഴാഴ്ച അങ്ങോട്ട് ആളുകൾ അത്യാവശ്യം എല്ലായിടത്തും ഒരു 60% 70% ആളുകൾ കയറി. അങ്ങനെ ആ കറക്റ്റ് ഒറ്റ ദിവസം അതിലാണ് പടം ഭയങ്കര ഒരു ഗോഡ് ഗ്രേസ് ആണ്. അയ്യോ ശരിക്കും അല്ല, അത് ഒരു ആ ചെയ്തതിലും ഒരു നന്മ കിടക്കുന്നോണ്ടാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് പടം കേറിയത്. പിന്നെ അവിടെ ഞങ്ങളുടെ നല്ല കളക്ഷനായി. ഇത് ഇപ്പൊ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അതിലൊരു കാസ്റ്റിംഗിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും? ഞാൻ ഇത് ആദ്യം ബാലു വർഗീസിനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പൊ ഈ ഹരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ബാലു വർഗീസ്. പക്ഷെ അത് ഇങ്ങനെയല്ല, ചെറിയ മാനറിസങ്ങൾ മാറ്റങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. ബാലു വർഗീസ് അപ്പൊ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിനെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ബാലുവിന്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞ ബാലുവിന് ഇഷ്ടമായി. പക്ഷെ കിങ് ലെയർ കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. കിങ് ലെയർ പടത്തിന്റെ ഷൂട്ട് നടക്കായിരുന്നു. അത് കുറച്ച് വലിയ ഷെഡ്യൂളായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വേറൊരു ഓപ്ഷൻ നോക്കി. അങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ട് ജിതിനാണ് പറയണത്, ഇങ്ങനെ കട്ടൻ കാപ്പി ഷോർട്ട് ഫിലിം ഉണ്ട്, അതിൽ സിജു അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹീറോനായിട്ടൊരു ചെറിയ മാനറിസം ഒക്കെ പുള്ളിയുടെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഷോർട്ട് ഫിലിം കണ്ടു, ഇഷ്ടമായി. പിന്നെ ആ ടൈമിലാണ് പ്രേമം ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കോൺഫിഡൻസ് ആയി. അങ്ങനെ സിജുവിനെ ഫിക്സ് ചെയ്തു. പ്രേമം കണ്ടതിന് ശേഷമാണ് ഷറഫിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഷറഫിനെ ഫിക്സ് ചെയ്യണത്. അപ്പൊ അതൊക്കെ നന്നായി. ഇപ്പൊ ഷറഫിന് ഭയങ്കര പിള്ളേരുകളുടെ ഇടയിൽ ഇങ്ങനെ ഭയങ്കര താരായിക്കൊണ്ടിരിക്കുന്നു ഷറഫ്. തീർച്ചയായിട്ടും അവരെല്ലാം മൊത്തം ആ ഫിലിം തന്നെ എല്ലാവരും ഏറ്റെടുത്ത. അതെ അതെ അതെ. ഇപ്പൊ ജസ്റ്റിനായാലും ഇപ്പൊ ജസ്റ്റിൻ എല്ലാ കുറെ ആളുകൾ വിളിച്ചിട്ട് അപ്പൊ ഈ പ്രേമത്തിൽ ജസ്റ്റിന്റെ അപ്പിയറൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ പടത്തിൽ കുറച്ചും കൂടി സ്ലിം ആയിട്ടാ. അപ്പൊ ജസ്റ്റിന് ആളുകൾക്ക് അങ്ങോട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പടം കണ്ടിട്ട് ചേട്ടാ അതിലെ മറ്റേ കോളേജിൽ ഇവരുടെ ഒപ്പമുള്ള പയ്യൻ അടിപൊളി കണ്ടിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റിനും എല്ലാവരെയും എല്ലാ ആക്ടേഴ്സിനെയും വേണ്ട പോലെ യൂസ് ചെയ്യാൻ പറ്റുകയും അവർക്കും അത് ഗുണം ചെയ്യാന്ന് പറയുന്നതും അതൊരു പ്ലസ്. അതേപോലെ അബിക്ക ചോദിക്കാൻ വരുമായിരുന്നു, കാരണം കുറെ കാലമായിട്ട് മിസ്സിംഗ് ആയിരുന്നു അബിക്ക. അപ്പൊ അബിക്കയെ കൊണ്ടുപോയി അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ പോസ്റ്റ് ചെയ്ത്. അല്ല, ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ മിമിക്രി ഒക്കെ കാണും ഒരുപാട്. അപ്പൊ ഇവരുടെ ഇപ്പൊ സിദ്ദീഖ് ലാലിന്റെ ഒക്കെ പഴയ ഹരിശ്രീ തുടങ്ങുന്ന കാലം തുടങ്ങിയിട്ടുള്ള വീട്ടില് കാസറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണും. അപ്പോഴേ തുടങ്ങിയിട്ട് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അബിക്കാനെ ഒന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒരു പോലീസ് ഫിഗറും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കൊടുത്തത് അബിക്ക. പക്ഷെ എല്ലാവരും നന്നായി. കുറെ ആളുകൾ വിളിച്ചു തന്നെ. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു റീ എൻട്രി എന്ന് പറയാൻ പറ്റുന്ന. അത് ആദ്യം മുതലേ അബിക്കയെ തന്നെയാണല്ലേ അവിടെ കണ്ടിരുന്നത്? അല്ല, അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് അതിന് ശേഷമാണ് അബിക്കാനെ
പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം അബിക്ക എന്നൊക്കെ പറഞ്ഞ അബിക്ക, ഇപ്പൊ ദിലീപേട്ടൻ, ഇപ്പൊ ഹരിശ്രീ, അശോകേട്ടൻ, അവരൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറെ തമാശ കാണുന്ന ആളാ. അപ്പോ ഇവരൊക്കെ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിലുള്ള കണ്ട് വളർന്ന നമ്മുടെ ഓർമ്മകളിൽ ഉള്ള ആളുകളാണ്. അതെ അതെ അതെ. അതുപോലെ നമ്മുടെ പരീക്കുട്ടി എന്ന് പറഞ്ഞ പുതിയൊരു ഒരാളെ നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് പരീക്കുട്ടിയിലേക്ക്? അയാൾ പാടും ചെയ്യുന്നു. ആള് പാട്ട് പാടുകയും ചെയ്യും. അപ്പൊ ഇവന്റെ ഇത് എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഒരു വീഡിയോ ഇവന്റെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വൈറലായിട്ട്, റോക്ക് ശശി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പൊ ഞാനിത് ഇങ്ങനെ കണ്ട് അപ്പോ രസം തോന്നി. അങ്ങനെ ഇവന്റെ പേരടിച്ചു നോക്കി, അവൻ നെറ്റിലടിച്ചു നോക്കിയോ പരീക്കുട്ടി പെരുമ്പാവൂർ. അപ്പൊ ഞാൻ ഇങ്ങനെ പരീക്കുട്ടിന്ന് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു പേരിട്ടാ തന്നെ പിള്ളേര് അത് മാറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് അവൻ സിമ്പിളായിട്ട് പോസ്റ്റ് ചെയ്ത്, അപ്പൊ ആള് കുഴപ്പമില്ല. പിന്നെ അവന്റെ 2-3 സോങ്സ് ഒക്കെ ഇവൻ സെൽഫി ആയിട്ട് എടുത്ത് പാടിയിട്ട് കവറായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ നല്ല രസം തോന്നി. അങ്ങനെയാണ് പുള്ളീനെ വിളിക്കണത്. പിന്നെ അവനെ വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിലും കൂടുതൽ രസം, ഫുൾ ഫണ്ണാണ് ആള്. ക്യാരക്ടറൊക്കെ അങ്ങനെ തന്നെ, കൊറേ മണ്ടത്തരങ്ങൾ പറയും ആള്. അപ്പൊ നല്ല രസം, നല്ല നേരം പോക്കായിരുന്നു. എങ്ങനെയാണ് പൊതുവെ ഇപ്പൊ ഒമർ, എനിക്ക് തോന്നുന്നു ആരും കൂടെ നിന്നിട്ടൊന്നുമില്ല, ഒമർ പെട്ടെന്നാണ് സിനിമയിലേക്ക് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സ്ട്രീമിലേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ? അല്ല, എനിക്ക് ചെറുപ്പം മുതൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി. പിന്നെ അതിന് വേണ്ട കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്തതെന്ന് താജുക്കാണ്. പുള്ളി നമ്മുടെ പ്രൊജക്ട് ഡിസൈനർ താജു ഗുരുവായൂർ. അപ്പോൾ പുള്ളീനായിട്ട് കണക്ഷൻ ഉണ്ട്. എനിക്ക് ആകെ ഈ ഫീൽഡിൽ പുള്ളീനായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അങ്ങനെ പുള്ളിയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പോൾ DOP സിനു സിദ്ധാർത്ഥായിരുന്നു. അപ്പോൾ പുള്ളീനെ കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാറിംഗ് പൗർണമി എന്ന് പറഞ്ഞിട്ട് അവരൊരു പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിരുന്നു. അത് നല്ല അടിപൊളി ട്രെയിലറായിരുന്നു, വിഷ്വൽസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിലർ കണ്ട് സിനിച്ചേട്ടനെ കോൺടാക്ട് ചെയ്തു. പക്ഷെ പടം റിലീസായില്ല. അപ്പോൾ സിനിച്ചേട്ടനെ വിളിച്ചു. അങ്ങനെ സിനിച്ചേട്ടനായിട്ട് സംസാരിച്ചു. സിനിച്ചേട്ടൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ആളെനിക്ക് ഷെയ്ക്കേണ്ടി വന്നിട്ട് പറഞ്ഞു, അടിപൊളി പേരാ, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ആളുകൾക്ക് ഒരു ഫണ്ണാണെന്നുള്ള ഫീലും കിട്ടും. അങ്ങനെ സിനിച്ചേട്ടനെ എടുത്തു. പിന്നെ അതേപോലെ എഡിറ്റർ ദിലീപ് ഡെന്നിസ്, നമ്മുടെ 24 നോർത്ത് കാതം ഫിലിം. അപ്പോൾ ആ പടം പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ പുള്ളീനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ പുള്ളീനായിട്ട് ഇതായി. പിന്നെ ദിലീപ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഡിസ്കഷൻസ് ഒക്കെ ഒന്നിച്ച് പോയിരുന്നു. പിന്നെ ചീഫ് അസോസിയേറ്റ് രാജേഷ് അടൂർ, അത് താജുക്ക മുന്നേ ചെയ്ത പ്രോജക്റ്റ് യൂട്യൂബ് റൂട്ടസ്. അപ്പോൾ അതിലെ ചീഫായിരുന്നു പുള്ളി. അങ്ങനെ പുള്ളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം. സ്റ്റോറി ചെയ്യുമ്പോൾ ഞങ്ങൾ 1 വർഷത്തോളം ഉണ്ടായിരുന്നു പുള്ളി എൻ്റെ ഒപ്പം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്യാങ് ആയിട്ട്. അതെപ്പോഴും നല്ല സിനിമകളുടെ പിന്നിൽ എപ്പോഴും ഒരു നല്ല ടീം, ഒരേ മനസ്സോടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കൂട്ടായ്മ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ എന്നാലും ഒമർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു, ചെയ്യാനുള്ള അവസരം വന്നു, ചെയ്തു തുടങ്ങി. അപ്പോ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ? കാരണം അല്ല, ഇതിന് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ കുറേ വരും. അപ്പോൾ ഇപ്പോൾ സിജുവിനായിട്ടായാലും ഷറഫിനായിട്ടായാലും ഞങ്ങൾ അങ്ങോട്ടും കൂടെ തല്ലുകൂടെയൊക്കെ ചെയ്യും. അപ്പോൾ അത് ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അത് മാറും. അപ്പോൾ എന്നിട്ട് അതിലേതാ ബെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പൊ ഈ ഹോൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കാവുന്ന ഒരുപാട് തമാശകൾ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ രസകരമായ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഓഡിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ട്? അതെന്താന്ന് വെച്ചാല് ഇവര് കോളേജിൽ പോയപ്പോൾ സിജു ഷറഫിനൊക്കെ ഭയങ്കര സ്വീകരണം. ഇവർക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അപ്പൊ ഇവര് സിജു ഷറഫൊക്കെ വന്നിട്ട് പ്രേമം കണ്ടിട്ട് എന്താണ്, ഞാൻ പറഞ്ഞ മക്കളെ അതൊന്നല്ല, ഞാൻ പഠിച്ച കോളേജാണ്. അതിൻ്റെ അവിടുത്തെ സ്റ്റാഫും പിള്ളേരൊക്കെ ഞാൻ അറിയണതാ, ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഈ പഠിത്തം കഴിഞ്ഞിട്ട് ഈ സിനിമയിലേക്ക് വരുന്നവരെയുള്ള ഒമർ, ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇവിടെ നാട്ടില് ചെറിയ കൺസ്ട്രക്ഷൻ പരിപാടി, പിന്നെ ദുബായിലും ചെറിയ മെയിൻ്റെനൻസ് പരിപാടിയൊക്കെ. ഹാപ്പി വെഡിങ് എന്ന ചെറിയ സിനിമ എടുത്ത പോലെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ജീവിച്ചു പോകണം. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ സിനിമ എടുത്തു, ഇപ്പൊ വലിയ സിനിമ എടുത്തതുകൊണ്ട് ഇപ്പൊ വലിയ സംവിധായകനായി. ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഒമറിനെ കാണുന്നത്? അല്ല, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കുറെ ആളുകൾ വിളിച്ചിരുന്നു. അപ്പൊ അതിലൊക്കെ നല്ല സന്തോഷം. ഇനി 1-2 പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള കൂട്ടത്തിൽ ഇത് ചെയ്യാന്ന് വെച്ചതാണ് ആ രീതിയിലാണ്. അപ്പം ഇത് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ വേറൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഇനി അതിനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതും ഇങ്ങനെ ഒരു കോമഡി തന്നെ സംഭവങ്ങൾ തന്നെയായിരിക്കും. ടൈറ്റിൽ മിക്കവാറും ചങ്സ് എന്നായിരിക്കും. ഓ, അതും ഫിക്സ്ഡ് ആണ്. ഓക്കെ. അപ്പം അത് ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള? ഇല്ല, സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഒന്നുമില്ല. ഇപ്പൊ അതിലേക്കാണ് മൂവി ചെയ്യുന്നത്.
മൂവ് ചെയ്യാന്നുള്ളൊരു സാധനം. ഈ ചെറുപ്പം മുതൽ സിനിമയിലേക്കുള്ളൊരു ഇഷ്ടം വന്നു എന്ന് പറഞ്ഞു. നമ്മൾ നല്ല സിനിമ കാണുന്ന ആൾക്കാരായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇല്ല, അതിനപ്പുറത്തേക്ക് വേറെ അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. നമ്മൾ കാണും, നമ്മൾ എൻജോയ് ചെയ്യും. അപ്പൊ ഇതേപോലെ നമ്മൾ നമ്മുടെ ഒരു പടം ചെയ്ത് നോക്കിയാൽ അതെ, സത്യം, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒമർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ക്രിയേറ്റീവ് സ്പേസിലൊക്കെ? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മിമിക്രി ഇതൊക്കെ കാണിക്കും. മറ്റേ സിദ്ദിഖ് സാറിന്റെയും ലാൽ സാറിന്റെയും ഒക്കെ പഴയ ഗൾഫിലെ ഇതുണ്ട്, അതൊക്കെ ഞാനും കോളേജിലല്ല, സ്കൂളില്. കോളേജ് പിന്നെ ഈ പ്രൊഫഷണൽ കോളേജ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, അവിടെ വളരെ അതിനൊക്കെ സ്പേസ് കുറവാ. ഈ സിനിമയിൽ കണ്ടതൊന്നും അവിടെ ഇല്ല. അത് സിനിമ വേറെ, കോളേജ് വേറെ. പക്ഷെ അവര് സമ്മതിച്ചൂലേ അവരുടെ ഒരു? അല്ല, അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് എന്താ എങ്ങനെയാ പഴയ ടീച്ചേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, പഴയ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്റെ ഒപ്പം പഠിച്ചവർ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവർക്കറിയില്ല നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പൊ ഇവര് ആദ്യം വിചാരിച്ചു ഇത് തമാശയാണോ, എന്നിട്ട് എന്റെ അടുത്ത് വന്നത് നീ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണോ, എന്താണ് സംഭവം, ആളെ നാണം കെടുത്തരുത്. അടിപൊളി, ഇപ്പൊ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാ. ഇപ്പൊ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ ഒമറാണ് ഇപ്പൊ ടോപ്പിക് ഓഫ് ദ ടൗൺ എന്ന് പറയാം. എല്ലാവരും അല്ല ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, കാരണം ആരും ഇപ്പൊ സത്യമാണ് ആരെങ്കിലും വിളിച്ചാലേ വിശേഷം ചോദിക്കണ പോലെ മഴയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അടുത്ത ചോദ്യം ഹാപ്പി വെഡിങ് കണ്ടിരുന്നു, അല്ലെങ്കിൽ വേഗം പോയി കാണണേ എന്നുള്ള രീതിയിലാണ്. സീരിയസ് ആയിട്ട്, ഇതൊരു എക്സാജറേഷനേ അല്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ പിന്നെ നാച്ചുറലി ആ സിനിമ തന്ന ആളെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അങ്ങനെ ഒമറും ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും നല്ല നല്ല കമന്റ്സ് ഇല്ലേ? ഇപ്പൊ സിനിമ തിയേറ്റേഴ്സ് കൂടിയപ്പോഴും ഒക്കെയും അങ്ങനത്തെ സ്ഥലങ്ങൾ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഓഡിയൻസിന്റെ ഡയറക്റ്റ് റിയാക്ഷൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാവുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് ഓർത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിള്ളേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഈ പടം കണ്ടപ്പോ പുതിയ കുറെ ആളുകൾക്ക് ചാൻസ് കൊടുത്ത്, അപ്പൊ ഇനി അതായത് അതില് ഞങ്ങൾക്കൊക്കെ ഇനിയും സിനിമ എന്നുള്ള ഒരു ഇത് ഞങ്ങളിപ്പോ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട, അങ്ങനെയൊക്കെ കുറെ കോൾസ് ഒക്കെ വന്നു. പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ് ഒമർ മുന്നോട്ട് വെച്ച ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ എത്രയോ പേർക്ക് ഒരു വല്ലാത്ത ധൈര്യമാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകളും ചെയ്താലും അതും എത്തിക്കാം, നല്ല വേണ്ട പോലെ ചെയ്താൽ എന്നുള്ള ഒരു സാധനം അതിലേക്ക് തീർച്ചയായിട്ടും വന്നു. ഈ സിനിമയുടെ ഒഴുക്കില് ചില ഇയാളുടെ ഓരോ സ്പെസിഫിക് ആയിട്ട് ഇയാളുടെ ലൈഫിലേക്കുള്ള പെൺകുട്ടികളെ കാണുമ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഈ BGMന്റെ കൂടെ നിങ്ങൾ പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തോട്ടിലേക്ക് പോകാൻ എന്താ കാര്യം? അല്ല, അത് ഞാനും എഡിറ്ററും കൂടിയിട്ട് ദിലീപാണ് അങ്ങനെ റെഫറൻസ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയ മാഷപ്പ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാം. ദിലീപ് പറഞ്ഞത് വേണ്ട, നല്ല സോങ് തന്നെയായിട്ട് ചെയ്ത അടിപൊളിയായിരിക്കും. അങ്ങനെ ദിലീപാണ് അത് പറയണത്. എന്നിട്ട് പിന്നെ ഡിസ്കസ് ചെയ്തു, പിന്നെ വിമലിനായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളത് ചെയ്യണത്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തു, ഹൈലൈറ്റ്സ് ഓർക്കുമ്പോൾ നമ്മൾ പറയണല്ലോ, നിങ്ങളുടെ ഹീറോ ഇൻട്രോ ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഭയങ്കര രസമുള്ള ഏർപ്പാടായിരുന്നു. കാരണം ആദ്യം അതെ ഷറഫ് കയറി വന്നിട്ട് ഷറഫ് പെട്ടെന്ന് അയ്യോ വേണ്ട സാധനം എടുത്തില്ല എന്നുള്ള പോലെയാണ് തിരിച്ചു എടാ നീ ഒരു ഹീറോ ആണ്, മര്യാദയ്ക്ക് നിൽക്കുന്ന ഭയങ്കര കൂളായിരുന്നു അത്. അപ്പം എനിക്ക് തോന്നുന്നു പഴയ ഒരു കാലത്ത് അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ദിലീപ് ഏട്ടന്റെ, ഹരിശ്രീ അശോകൻ അവരുടെയൊക്കെ ഒരു കോമഡി ഫിലിംസ് കണ്ടിട്ട് നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരെ. പക്ഷെ എന്നിട്ടും ഒമർ ചെയ്യുന്ന രീതിയിലൊരു ഇന്നത്തെ ഒരു ഇതിലേക്ക് കുറച്ചുകൂടി നമ്മൾ ഈ ജനറേഷനിലെ ആളാണല്ലോ. അല്ല, അങ്ങനെയല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ട് ശീലിച്ചത് നമ്മളെ സ്വാധീനിക്കാനുള്ള ഒരു സംഭവമുണ്ട്. അതിലേക്കൊന്നും വരാതെ ഇന്ന പോലെ. അപ്പം ഈ ഷൂട്ടിന് വേണ്ടി പോണ സമയത്തെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണോ അതോ ഇന്ന പോലെ ആയിരിക്കാം ഇന്ന സാധനം, അതോ അല്ലാതെ പെട്ടെന്ന് അവിടെ? ഞങ്ങള് ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ഒരു തീരുമാനം എന്താ വെച്ചാൽ ഒരു ഹീറോ അല്ല, ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. ഇപ്പൊ സിജു വിൽസൺ എന്ന് പറയുന്ന ആള് ഹീറോ അല്ല, ഒരു സെൻട്രൽ ക്യാരക്ടർ. പുള്ളീനെ ബേസ് ചെയ്തിട്ട് പോണ ഇതാണ്. അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ എല്ലാത്തിലും പുള്ളീനെ ആരെങ്കിലും പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ഫസ്റ്റ് തന്നെ നമ്മള് ഷെറഫിനെ വെച്ചിട്ട് കാണിച്ചതാണ്. അതാണ് അത് ത്രൂ ഔട്ട്. അത് ശരിക്കും അവസാനം വരെ അങ്ങനെ. അതെ, ഷെറഫാണ് പടം മൊത്തം കൊണ്ടുപോണത്. ശരിക്കും സിജുവിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് പോണത്. പിന്നെ സൗബിന്റെ പ്രസൻസും ഡേറ്റ് കിട്ടാൻ പണിയത് സൗബിന്റെ ആയിരുന്നു. അത് കാരണം ഞങ്ങൾ 3 ഷെഡ്യൂളായിട്ടാണ് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടി. പക്ഷെ അത് വേർത്തായി. തീർച്ചയായിട്ടും. പിന്നെ കാസ്റ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ സുന്ദരി കുട്ടികൾ 3 പേര്, അവരിലേക്കൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ അവർ ഇതിലേക്ക് എങ്ങനെ എത്തുന്നത്? അവര് ഇപ്പോ ഓഡീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ 2 റൗണ്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പോ ഈ മുസ്ലിം കുട്ടിയുടെ ക്യാരക്ടർ ആയിണ്ടായിരുന്നില്ല, ഓഡീഷനിൽ വന്ന പിള്ളേരിൽ ആയിണ്ടായിരുന്നില്ല. അങ്ങനെ
താജുക്കാക്ക് ഈ അനുസിത്താര വീണ്ടും ഫോട്ടോസ് ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ആ കുട്ടീനെ വിളിച്ചു വരുത്തി ഓഡീഷൻ ചെയ്തു. പിന്നെ അതേപോലെ മറ്റേ സ്കാർഫും ഇതൊക്കെ കുത്തി അങ്ങനെ 2-3 ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അനുവിനെ സെലക്ട് ചെയ്യണത്. മറ്റേ ദൃശ്യനെ സെലക്ട് ചെയ്തത് ഇതിലെ ഫിനാൻഷ്യൽ കൺട്രോളർ ഉണ്ട് വിശാഖ്. അപ്പോൾ വിശാഖിൻ്റെ ഒരു അകന്ന കസിന ദൃശ്യ. അപ്പോൾ വിശാഖ് പറഞ്ഞിട്ട് ഫോട്ടോസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നു, അങ്ങനെ നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ പെർഫോമൻസും കൊള്ളായിരുന്നു. അങ്ങനെയാണ് ദൃശ്യനെ സെലക്ട് ചെയ്യണത്. പിന്നെ മറ്റേ കുട്ടീനെ സെലക്ട് ചെയ്യണത് യൂട്യൂബ് റൂട്ടസിൽ താജുക്കയുടെ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നു. പുതിയതല്ല. അത് പറഞ്ഞപ്പോഴാണ് ദൃശ്യ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ്. പിന്നെ ഞങ്ങള് വേറെ 2-3 ആളുകളൊക്കെ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അവർക്കൊക്കെ സിജു, ആരെ നായകൻ സിജു. സിജു ശരിയാവില്ല. പിന്നെ അതേപോലെ നിങ്ങൾ പുതിയ ഡയറക്ടറും അല്ലേ, ബാൻഡർ അതും പുതിയത്. അപ്പൊ അത് കാരണം കുറെ ആളുകള് അത് നന്നായി ഫ്രഷ്നെസ് കിട്ടിയത് കാരണം തീർച്ചയായിട്ടും. അതാണ് ദൈവഭാഗ്യം എന്ന് പറയണത്. അവരെന്നായിട്ട് ഒഴിഞ്ഞു പോയി. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സിനിമയില്, നമ്മുടെ സിനിമ എന്നൊക്കെ കണ്ടു, നമ്മുടെ സിനിമയില് ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ വരുമ്പോഴേക്കും ഇവരുടെ യാത്ര ഒരു ലോ ഫ്ലോർ ബസ് എന്താണിത്, ലോ ഫ്ലോർ ബസ്സിലാണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് എന്താ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനത്തെ ഒരു സെലക്ഷനിലേക്ക്? അല്ല, ഞങ്ങള് ഇങ്ങനെ ഒരു ജേർണി ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. ഷൂട്ടിംഗ് സൗകര്യമാണോ? അല്ല, ആദ്യം ഞങ്ങള് ട്രെയിന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ സ്റ്റോറിയൊക്കെ ആക്കി. അപ്പോൾ ട്രെയിനാണ് അതിൽ ക്യാരക്ടർ. അപ്പോൾ അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു വഴിക്കാൻ പേടിയായി. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇത് ഈ യാത്ര ഇതിൽ തന്നെ വേണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? എങ്ങനെയെങ്കിലും പോയാൽ പോരെ. അങ്ങനെ പിന്നെ വേറൊരു ഓപ്ഷൻ എങ്ങനെ എന്താണെന്ന് ചിന്തിച്ചപ്പോൾ അതാണ് ഈ ലോ ഫ്ലോർ ബസ്സിൻ്റെ ഇത് വന്നത്. അപ്പോൾ ഈ ഫേസ് ടു ഫേസ് ഉള്ള സീറ്റ് വേണം. അപ്പോഴാണ് ആ കൗണ്ടറും ഇതൊക്കെ രസമുള്ളൂ. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് അപ്പോഴിങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ ഒരു ലോ ഫ്ലോർ ബസ് അതിൽ കൂടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പോകണം. അങ്ങനെ അപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെ ഞങ്ങൾ നേരെ പിറ്റേ ദിവസം രാവിലെ KSRTCയിൽ പോയി ഇങ്ങനെ ഷൂട്ടിങ്ങിന് കിട്ടുമെന്നുള്ളത് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഷൂട്ടിങ്ങിന് പെർമിഷൻ ആയിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പിറ്റത്തെ ദിവസത്തെ പേപ്പറിൽ KSRTC ബസ് ഇനി ഷൂട്ടിങ്ങിനും കല്യാണത്തിനും ഒക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ വീണ്ടും ആ പേപ്പറായിട്ട് കട്ടിങ് ആയിട്ട് അവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, സംഭവം ഉണ്ടാവും. എന്നിട്ട് അവർ തിരുവനന്തപുരം ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു. അങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് മൊത്തം കുറച്ച് സ്ക്രിപ്റ്റ് പൊളിച്ച് ലോ ഫ്ലോറിലേക്ക് ചേഞ്ച് ചെയ്തു. അത് പക്ഷെ നന്നായി തോന്നൂല്ലേ? ട്രെയിൻ ആകുമ്പോ നമ്മള് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, ഇതിന് വല്ലാത്തൊരു ഫ്രഷ്നെസ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു. പിന്നെ ഫ്രെയിം നല്ല രസമുണ്ട്. ലോ ഫ്ലോർ ബസ് ആയ കാരണം നമുക്ക് നല്ല ലൈവ്ലിയും ആണ്. പിന്നെ കുറെ കഥാപാത്രങ്ങളും അതിൽ കയറി ഇറങ്ങി പോകുന്നവര് വളരെ, അതില് കുറെ പേരൊക്കെ ഭയങ്കര ശരിക്കും ഒമറിന് നല്ല പരിചയമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. എല്ലാവരും എന്റെ ഫ്രണ്ട്സാ. അത് ശരി. ഇപ്പൊ അതിനകത്ത് അടിച്ചിട്ടുള്ള ജിതിൻ, പുള്ളിയാണ് നമ്മുടെ കൂടെ ഫുൾ ടൈം ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിണ്ടായിരുന്നത്, ഡിസ്കഷനും പരിപാടിയും. പിന്നെ അതിലിപ്പോ സൈജു ചേട്ടനായാലും അതെ, അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ആള് സൈജു ചേട്ടനാ. അപ്പോൾ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും സൈജു ചേട്ടന്റെ അടുത്ത് നമ്മളിത് പറഞ്ഞു. അപ്പൊ ആള് അതിന്റെ ഒരു ക്യാരക്ടറിന്റെ വലിപ്പം നോക്കാണ്ടാണ് സൈജു ചേട്ടൻ വന്നത്. അത് ശരിക്കും ഒരു ആക്ടർ എന്ന രീതിയിൽ സൈജു നന്നായിട്ട് ചെയ്തു. അതായത് ഇപ്പൊ തൃശ്ശൂരത്തെ ആളുകൾ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ റിയൽ എസ്റ്റേറ്റ് കാര്യം കുറെ ആളുകൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു സൈജു ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ അവരൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തുണ്ടാകുമ്പോൾ ഫോൺ ചെയ്തിട്ട് ഞാൻ സൈജു ചേട്ടന് കൊടുക്കും. അപ്പോൾ ആൾക്കും അതൊരു സന്തോഷം. അല്ല, ആ ക്യാരക്ടറൊക്കെ കണ്ടാൽ നല്ല പരിചയമുള്ള, ഉമറിന് നന്നായിട്ട് അറിയുന്ന പോലെ നാട്ടിൽ പരിചയമുള്ള പേര് പറയാൻ പറ്റാത്ത ആരെങ്കിലും ആണോ? അല്ല, അതാ പേര് പറഞ്ഞ ആളുകൾ തന്നെയാ. ദാനേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അതെ, അങ്ങനെ ഒരാളുണ്ട്, എന്റെ ഫ്രണ്ട് തന്നെ പുള്ളി. അപ്പൊ ആ ക്യാരക്ടർ കണ്ടെടുത്ത് പ്ലേസ് ചെയ്തത്. ഓക്കെ. പിന്നെ വേറെ എന്തായിരിക്കും പിന്നെ ഈ ഹാപ്പി വെഡിങ്ങിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഉമറിന് പറയാനുണ്ടാവുക? അപ്പോൾ ഈ ഹാപ്പി വെഡിങ് എന്നുള്ള ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് ചിരിച്ചാസ്വദിക്കാനുള്ള ചിത്രമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം, ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയിട്ടും കാണാം. 2 ആളുകളായിട്ട് ഫാമിലി ആയിട്ട് കാണുമ്പോഴും ഫ്രണ്ട്സായിട്ട് കാണുമ്പോഴും 2 മൂഡായിരിക്കും പടം. അപ്പോൾ എല്ലാവരും അങ്ങനെ കാണാം. ഇപ്പോൾ പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയ പുതിയ ആശയങ്ങൾക്കും പുതിയ പുതിയ ആൾക്കാർക്കും സിനിമയിലേക്ക് കടന്നു വരാൻ നമ്മുടെ ഹാപ്പി വെഡിങ് തീർച്ചയായിട്ടും ഒരു പ്രചോദനം തന്നെയാണ്. ഒമറിനെ പോലെ ചങ്കുറപ്പ് കാണിച്ച് ഇനിയും പുതിയ പുതിയ ആളുകൾ നല്ല നല്ല സിനിമകൾ തരട്ടെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് പോയി കാണാം, ആസ്വദിക്കാം, വിജയിപ്പിക്കാം.
ഇത്രയും പറഞ്ഞുകൊണ്ട് വെള്ളി നക്ഷത്രങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച മറ്റൊരു സിനിമാ വിശേഷവുമായി.